പുണ്യമായ റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിന്റെ പള്ളികളിലൊക്കെ മൗലിദ് പാരായണം, പള്ളിയൊക്കെ അലങ്കരിച്ചു, പച്ച തോരണങ്ങളും നബിദിന പരിപാടികളും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസക്കാലം മൗലിദ് പാരായണം ചെയ്യുന്നവരുണ്ട്. അപ്പൊ വർഷത്തിൽ ഇങ്ങനെ ഒരു റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ആ ഒരു മാസക്കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആ പ്രവാചകന്റെ മദ്ഹ് പറയാറുണ്ട്. ആ പ്രവാചകനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും നമ്മൾക്ക് ആ പ്രവാചകനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമായ ഒരു സഹോദരൻ നമ്മുടെ അടുക്കൽ വന്നിട്ട് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ സത്യത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തറിവാണുള്ളത്? ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ നബിയാണ്, ഞങ്ങളുടെ പ്രവാചകനാണ്. ഇതിനപ്പുറം എന്തെങ്കിലും ഒരാൾക്ക് പ്രബോധനം കൊടുക്കുവാൻ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആരാണ് ലോകത്തിന്റെ നേതാവെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരല്പം പോലും പ്രവാചകന്റെ ചരിത്രം നമ്മളിൽ പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. അഭിമാനത്തോടു കൂടി നമ്മൾ പറയും നമ്മൾ ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ട്. പലരൊക്കെ ഇങ്ങനെ പലരുടെയും ചരിത്രങ്ങൾ വായിക്കാറുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഇസ്ലാമിനെയും പ്രവാചകനെയൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രവാചകന്റെ ചരിത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും ആ 63 വർഷക്കാലത്തെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഒരല്പമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലൈബ്രറികളിലൊക്കെ വായിക്കാൻ കിട്ടും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം, മുഹമ്മദ് നബിയുടെ ചരിത്രം വായിക്കാൻ കിട്ടും. അതെങ്കിലും ഒന്ന് വായിച്ചു മനസ്സിലാക്കാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ, ആരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാതെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പ്രവാചക സ്നേഹത്തെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും. മൈക്കിന്റെ മുന്നിൽ കയറിയിട്ട് നമ്മൾ പറയും കരളിന്റെ കഷ്ടമെന്നാണ് നമ്മളൊക്കെ പറയാ. സത്യത്തിൽ ഈ കരളിന്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല. വല്ലാത്ത പ്രയോഗങ്ങളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. കരളിന്റെ കഷ്ടമാണ്, ലോകത്തിന്റെ നേതാവാണ്, ഇങ്ങനെ നമ്മൾ ആ മുസ്ലിമീങ്ങൾ വരെ മതസൗഹാർദ്ദ പരിപാടിയിൽ കയറിയിട്ട് പോകുന്ന ഒരു ആയത്ത് ഇതൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹം ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും നമ്മളിൽ പലർക്കും അറിയുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനോടുള്ള സ്നേഹം വെറുതെ നാവിൽ വന്നാൽ പോരാ, ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ആ പ്രവാചകന്റെ പേര് പറയുമ്പോ പോലും നമ്മളിൽ പലർക്കും സ്വലാത്ത് പറയാൻ മടിയ തോന്നണോ വേണ്ടയോ, നബിദിനമുണ്ടോ ഇല്ലയോ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമുദായത്തിന്റെ അനുയായികൾ തന്നെ ആ പ്രവാചകനെ എവിടെ നിങ്ങനെ മോശമാക്കാൻ നോക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പോലും ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ ഒന്ന് സ്വലാത്ത് പറയാമല്ല മടിയാ. നമ്മളാണ് പ്രവാചക സ്നേഹത്തെ കുറിച്ച് പറയുന്നത്, പ്രവാചക പ്രണയത്തെ കുറിച്ച് പറയുന്നത്. ആ പ്രവാചകൻ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് ഞാനും നിങ്ങളും പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിക്കണം. എന്താണ് സ്നേഹമെന്നറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാൻ സുന്ദരനായ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവിടെ നിന്ന് കടന്നു വരികയാ. ആരാ? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. നമ്മളെ പോലെ വിചാരമുള്ള ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള, ശരീരത്തിലൂടെ രക്തമൊലിക്കുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രയാസം തോന്നുകയാ. അവിടുന്ന് പ്രവാചകന് വല്ലാത്ത ഒരു വിഷമം തോന്നുകയാണ്. കാരണം എന്തെന്നറിയുമോ? സൗബാൻ എന്ന് പറയുന്ന ചുമന്ന് തുടുത്തിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ കാണാൻ വല്ലാത്ത സൗന്ദര്യമുണ്ടായിരുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലെ നിറമങ്ങ് മാറിയിരിക്കുകയാ. അവിടുന്ന് കരിനീലിച്ചതുപോലെ തന്റെ ശരീരം കാണുകയാണ്. അവിടുന്ന് മെലിഞ്ഞ് 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 എല്ലും തോലുമായിരിക്കുകയാണ്. കണ്ണ് മുഴുവനും കുഴിഞ്ഞു പോയി. പടച്ചവനെ, പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന സൗബാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, സൗബാൻ, നിനക്ക് എന്തേ സംഭവിച്ചത്? എന്തേ നിനക്ക് ഇത്രയും വലിയ പ്രയാസം? എന്താണ്? എന്തേ നിനക്ക് വല്ല മാരക രോഗവും പിടിച്ചോ സൗബാൻ? നീ വല്ലാതെ തളർന്നു പോയിരിക്കുന്നല്ലോ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എനിക്കൊരു രോഗവുമില്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ. പിന്നെ ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ? എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടുന്ന് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് സംഭവിച്ചത്? നിന്റെ ശരീരം ഇങ്ങനെയാകാൻ പടച്ചവനെ എന്തേ നിനക്ക് പറ്റിയതെന്ന് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ കാണുമ്പോ, അങ്ങയുടെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ, അങ്ങയുടെ മുന്നിലിരിക്കുമ്പോ, അങ്ങയുടെ മുഖം ഇങ്ങനെ കാണുമ്പോ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ. പക്ഷേ അവിടുന്ന് അങ്ങയുടെ മുന്നിൽ നിന്ന് ഞാൻ അങ്ങ് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ, വീട്ടിലേക്ക് കിടന്നു പോയാൽ അങ്ങയെ കാണാതെ വരുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്, എനിക്ക് വല്ലാത്ത പ്രയാസമാണ്, എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് കാണാതെ വരുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ടെൻഷനാ, വല്ലാത്ത പ്രയാസമാണ്. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അതാ കിടക്കുന്നതിന് വേണ്ടി കിടപ്പറയിലേക്ക് കടന്നു പോയാൽ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, അല്ലാ, ഈ കിടപ്പിലെങ്ങാണ് ഞാനങ്ങ് കിടന്ന് മരിച്ചു പോയാൽ, ഈ കിടപ്പിലെങ്ങാണ് ഞാൻ കിടന്നങ്ങ് മരിച്ചു പോയാ, നാളെ പരലോകത്ത് വരുമ്പോ എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ തിരിച്ചറിയുമോ? എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പറ്റുമോ? ഇനി ഞാനെങ്ങാണ് സ്വർഗത്തിലായാൽ, അല്ലാഹു അവന്റെ കരുണ കൊണ്ട് എനിക്ക് സ്വർഗം നൽകിയാൽ, ഞാൻ സ്വർഗത്തിന്റെ ഏറ്റവും അടിത്തട്ടിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലായിരിക്കുമല്ലോ. എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. ഞാനിങ്ങനെ ക്ഷീണിച്ചു പോകാൻ, എന്റെ തൊലി മുഴുവനും പടച്ചവനെ എല്ലും തോലും പോലെ ഞാനങ്ങ് ക്ഷീണിച്ചു പോകാ, എന്റെ ശരീരത്തിലെ നിറം മാറി പോകാനുള്ള കാരണം പ്രവാചക സ്നേഹം കൊണ്ടാണെന്ന് അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എടാ ചെറുപ്പക്കാരാ, അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം, അതാണെന്ന് പഠിക്കൂ. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് സമാധാനിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ വഹസുന ഉലൈക
റഫീഖാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, സൗബാനെ നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട. നാളെ പരലോകത്ത് വരുമ്പോഴും നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോഴും എന്നെ കാണാൻ പറ്റില്ല എന്നുള്ള പ്രയാസം നിനക്ക് വേണ്ട. നിന്നെ ഞാൻ തിരിച്ചറിയും സൗബാ. നാളെ സ്വർഗത്തിലും എന്റെ കൂടെയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ 4 വാചകങ്ങൾ ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന് മാത്രം ഇഷ്ടപ്പെട്ടതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅതു അലൈഹി ശംസു. അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാതെ ഇഷ്ടപ്പെട്ട വാചകങ്ങളാ, അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ഖുർആനിലെ വാചകങ്ങളാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങളാണ്, അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. ഇത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിശജറത്തിൻ യാബിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, ഈ 4 വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ്. ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, ഈ 4 വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ദിക്റാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 4 വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ, കണ്ണുകുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, പഠിച്ചവനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ. അല്ലാഹുവേ, പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ? ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ കൊണ്ട് കഴുകാരാണ്? എന്റെ പാപം പൊറുക്കാനുള്ള വഴി എന്താണ് എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാപം പൊറുക്കണോ പൊന്നുമോന്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഈ 4 വാചകങ്ങൾ പറഞ്ഞാൽ, ഈ 4 ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്ത്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന പെങ്ങളോട് ചോദിക്കട്ടെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉഹദിന്റെ രണാകടത്തിൽ യുദ്ധം നടക്കുകയാ. ഉഹദിന്റെ രണാകടത്തിൽ അവിടുന്ന് യുദ്ധം നടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് അപകടം പറ്റിയെന്നിങ്ങനെ പറഞ്ഞു പരത്തുകയാണ്. അപ്പോഴാണ് ഒരു സാലിഹത്തായ ഒരു സഹാബി വനിത
ഇങ്ങനെ ഇറങ്ങി ഓടുകയാണ്. തന്റെ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോ ആ സ്വഹാബി വനിതയോട് ഒരു സഹാബി പറയുകയാ, പെണ്ണേ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഷഹീദായിരിക്കുകയാ. അതാ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്റെ പ്രിയപ്പെട്ട പിതാവ് ഷഹീദായിരിക്കുകയാണ്. ഒരു പെണ്ണിനോട് തന്റെ വാപ്പ മരണപ്പെട്ട വാർത്ത വന്ന് പറയുമ്പോ ആ സ്വഹാബി വനിത ചോദിച്ചത് എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ വിട്, അല്ലാഹുവിന്റെ റസൂലെ വിട്, എന്റെ മുത്തുനബിക്ക് എന്തേ പറ്റിയത്? ആ പെണ്ണ് പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, പെണ്ണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായിരിക്കുകയാ. അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദ എന്ന് പറയുമ്പോഴും ആ പെണ്ണവിടെന്ന് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ എവിടെ? മുത്തുനബിക്ക് എന്തെങ്കിലും പറ്റിയോ? ആ സഹാബി വനിത പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ആരോ വിളിച്ചു പറഞ്ഞു, പെണ്ണ്, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനുണ്ടല്ലോ, അവന് മതാരണാങ്കണത്തിൽ ഷഹീദായിരിക്കുകയോ? പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അവിടുന്ന് ഷഹീദായെന്ന് പറഞ്ഞപ്പോഴും ആ സഹാബി വനിതയായ പെണ്ണ് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എവിടെ? എന്റെ മുത്തുനബി എവിടെ? എന്റെ പ്രവാചകൻ എന്തേ സംഭവിച്ചത്? വാപ്പ മരിച്ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറഞ്ഞു, തന്റെ പൊന്നാര മകന് ഷഹീദായെന്ന് പറഞ്ഞു. 3 പേരും ഷഹീദായെന്ന് പറഞ്ഞിട്ട് പോലും പടച്ചവരെ ഒരു പ്രയാസവുമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു പോവുകയാണ്. അവിടുന്ന് പ്രവാചകനെ കണ്ടപ്പോഴാ അവിടുന്ന് സമാധാനം വന്നത് എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതാണ്. അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. കുല്ലിങ്കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, നിന്റെ മാതാപിതാക്കളെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ ഭാര്യയെക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ സർവ്വതിനേക്കാൾ, നിന്റെ ജീവനേക്കാൾ നീ എപ്പോഴാണോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴാണോ നീ സ്നേഹിക്കുന്നത്, അപ്പോഴാണ് യഥാർത്ഥ ഒരു മുസ്ലിം ആകുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് നാളെ മുത്തുനബിയെ തിരിച്ചറിയണമല്ലോ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് മദീനയിലെ രാജകുമാരനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണണ്ടേ വാപ്പാ? ഒരുപാട് വർഷമായില്ലേ നബിദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്? ഒരുപാട് റബീഉൽ അവ്വലായി ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും 10-50 വയസ്സുള്ളവർ ഈ സദസ്സിലിരിപ്പുണ്ട്. എത്ര റബീഉൽ അവ്വലായി നിന്റെ ജീവിതത്തിൽ എണ്ണി നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരുപാട് ജന്മദിനങ്ങൾ നിന്നിലേക്ക് കടന്നു വന്നല്ലോ. ജീവിതത്തിൽ ഒരുപാട് സ്വലാത്ത് പറഞ്ഞല്ലോ, ഒരുപാട് മൗലിദ് പാരായണങ്ങൾ നടത്തിയല്ലോ, ഒരുപാട് മദ്ഹുകൾ നീ പറഞ്ഞല്ലോ. നിനക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് കാണണമെന്ന് ആഗ്രഹമില്ലേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണ്ടേ? ആ പ്രവാചകന്റെ ശഫാഅത്ത് നേടണ്ടേ? ആ പ്രവാചകന്റെ കൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിന്റെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരുമിച്ച് കൂടണ്ടേ? അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് കാണണം.
നമ്മുടെ ഈ കണ്ണുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഈ കണ്ടുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പൊന്ന് കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലപ്പോ ഈ ആമീനായിരിക്കും അതിനൊരു കാരണമാകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടേ പറ്റൂ നമുക്ക്. ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല. ഈ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല. 34 വർഷം കൊണ്ട് ഞാൻ നടക്ക, എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. അവിടെ നിന്ന് സ്വപ്നത്തിൽ കാണണം. നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കണം. ആ പ്രവാചകൻ എന്റെ അതിഥിയായി സ്വർഗത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി സ്വർഗത്തിലേക്ക് വിടുന്നവരുടെ കൂട്ടത്തിൽ പെടണം. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഒരുമിച്ച് കൂടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് എന്തിനാണ് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ പട്ടിണി കിടന്നിട്ട് ഇങ്ങനെ ആയിപ്പോയത്? നബിയെ, ഞാൻ സ്വർഗത്തിന്റെ അടിയിലും അങ്ങ് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലായിരിക്കും. അവിടെ പോയാലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ സ്വർഗത്തിൽ പോയാലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഈ പ്രയാസമാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, നീ പേടിക്കണ്ട, സ്വർഗത്തിൽ എന്റെ കൂടെയാ. നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നടക്കുന്ന പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരായി നടക്കുന്നവരുണ്ട്, അയൽവാസികളുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.